മാർച്ച് 26-ന് ബ്യൂണസ് ആയർസിൻ്റെ മൈതാനത്ത് ഡൊളിവർ ജൂനിയറും സംഘത്തിനും എന്താണ് സംഭവിച്ചെന്ന് പോലും അധികം തിരക്കേണ്ടി വന്നിരുന്നില്ല. അഹങ്കാരത്തിൻ്റെ അധിക പ്രസരിപ്പിന് ഒത്തിണക്കമെന്ന ആത്മവിശ്വാസം കൊണ്ട് അർജന്റീന എഴുതിയ വിധിയെഴുത്തായിരുന്നു അത്. ലോകം കാത്തിരുന്ന ലാറ്റിൻ അമേരിക്കൻ എൽ ക്ലാസിക്കോയുടെ മണിക്കൂറുകൾക്ക് മുൻപ് സ്വയം നിലമറന്ന് ഉയർത്തിയ നാവാട്ടങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ബ്രസീൽ താരങ്ങൾ തലകുനിച്ചെന്ന് നിൽക്കേണ്ടി വന്നപ്പോൾ യഥാർത്ഥത്തിൽ നിരാശ ബാധിച്ചത് അത്രയേറെ കാലം ആരാധകർ അവർക്ക് മേൽ അർപ്പിച്ച വിശ്വാസങ്ങൾക്ക് മുകളിൽ തന്നെയായിരുന്നു. കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപ് ബ്രസീൽ അർജന്റീന മത്സരമെന്നാൽ തുല്യശക്തിയുടെ പോരാട്ടമെന്ന വിശേഷണം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് സ്കലോണിയുടെ യുഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആൽബസ്റ്റൽസ്റ്റികൾക്ക് മുന്നിൽ പഴയ പ്രതാപികളുടെ കഥകൾക്ക് പോലും വാദിമുയർത്തി നിൽക്കുക അത് പ്രയാസം തന്നെയാണ്. എന്താണ് ജോഗോ ബൊണിറ്റിക്ക് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ മികച്ച പന്താട്ടക്കാരുടെ നിരവുണ്ടെന്ന അവകാശവാദം ഉയർത്തുമ്പോഴും എവിടെയാണ് അവർക്ക് പിഴയ്ക്കുന്നത്? ക്ലബ്ബ് തല മേലുകൾക്ക് അന്താരാഷ്ട്ര മൈതാനങ്ങളിലെ മേച്ചിൽപ്പുറങ്ങളിൽ എന്തുകൊണ്ടാണ് അന്ധത ബാധിക്കുന്നത്? ടിറ്റയ്ക്ക് ശേഷം ബ്രസീൽ ഫുട്ബോളിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തിയൊന്നും ഉയരണമെന്നില്ല. കാരണം ടിറ്റ എന്ന പരിശീലകൻ ബ്രസീൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ചവനൊന്നും ആയിരുന്നില്ല. തൻ്റെ കീഴിലെ മികച്ച ലഭ്യതകളെ മൈതാനത്തിലേക്ക് ഇറക്കിവിടാൻ അയാളെടുത്ത തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് മികച്ച പരിശീലന ലേബലിന് അയാൾ ഇന്നും അർഹനായി നിൽക്കുന്നത്. എന്നാൽ ഡൊളൂറിലേക്ക് വരുമ്പോൾ ചില വ്യക്തിഗത വാശികളടങ്ങുന്ന ചിന്താഗതികൾ ബ്രസീൽ ഫുട്ബോളിനെ നശിപ്പിക്കുന്നതും വ്യക്തമായി ദർശിക്കാനാകും. ഈ മത്സരത്തിലേക്ക് തന്നെ വരുമ്പോൾ തൻ്റെ ടീമിൻ്റെ സ്ഥിതിഗതികളെയും താരങ്ങളെയും കുറിച്ച് വ്യക്തമായി പഠിക്കാൻ ശ്രമിക്കുക തന്നെയായിരുന്നു ഡൊളിവർ ജൂനിയറും ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. ഉണ്ടായിരുന്നുവെങ്കിൽ ബ്യൂണസ് ആയർസിൻ്റെ മൈതാനത്തിലേക്ക് കടന്നു വരുന്ന ബ്രസീൽ ടീമിന് മത്സരത്തിന് മുൻപേ മോശമായ രീതിയിലുള്ള സ്വീകരണം പോലും ലഭിക്കില്ലായിരുന്നു. റാഫിനെ അടങ്ങുന്ന സ്ക്വാഡിനെ മുഴുവൻ പരിഹസത്തോടെ തന്നെയായിരുന്നു സ്വീകരിക്കപ്പെട്ടത്. അതൊരു തരത്തിൽ അവർ ഇരുന്ന് മേടിച്ച് തന്നെയല്ലേ? അവിടെയാണ് സ്കലോണി എന്ന സമകാലിക ഫുട്ബോളിൽ ഏറ്റവും മികച്ച പരിശീലകനിലേക്ക് ലോകം ബഹുമാനത്തോടെ നോക്കി നിൽക്കേണ്ടി വരുന്നത്. ഇത്രയേറെയൊക്കെ വെല്ലുവിളികൾ ഉയർന്നിട്ട് പോലും തൻ്റെ താരങ്ങളിൽ നിന്നും എതിരായൊന്നും സംഭവിക്കാതിരിക്കുവാൻ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ചടക്കമെന്ന വാക്കിൻ്റെ അർത്ഥം അയാളെ നോക്കി പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെയുള്ള അർജന്റീനിയൻ കുപ്പായക്കാരുടെ നിരയിൽ അത്തരക്കാരുടെ അളവ് മോശമല്ല എന്നത് തന്നെയാണ്. വെല്ലുവിളികൾക്ക് മൈതാനത്ത് മറുപടി നൽകുക എന്ന ബോധം അവരിൽ കുത്തിനിറയ്ക്കുക എന്നത് ഒരു പരിശീലകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാരമേറിയ ജോലി തന്നെയാണ് എന്ന് ഒരു പുഞ്ചിരിയോടെ അവരുടെ ആരാധകനും ഓർത്തു കാണണം. അവിടെയാണ് അയാളിൽ നിന്നും ഡൊളിവർ ജൂനിയർ എന്ന പരിശീലകൻ ഏറ്റവും വലിയ പരാജയമായി മാറുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുപ്പുകൾ നടത്തിയാൽ ബ്രസീൽ ഫുട്ബോളിന് പറയത്തക്ക നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2019 കോപ്പ അമേരിക്ക വിജയമൊന്ന് മാറ്റി നിർത്തിയാൽ 2025 വരെ ചില ഇടവിട്ട പരിക്കൻ ഓർമ്മകൾ മാത്രമായിരുന്നു അവർക്ക് സ്വന്തമായുള്ളത്. അർജന്റീന എന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ഫുട്ബോൾ ടീമുകളെ പോലും അനായാസം പരാജയപ്പെടുത്തിയിരുന്ന ബ്രസീൽ ഫുട്ബോളിൻ്റെ പ്രതാപകാലത്തെ ഇതിഹാസങ്ങൾക്ക് ശേഷം നെയ്മർ എന്ന നെയിം ബോർഡിലേക്ക് ബ്രസീൽ ഫുട്ബോൾ ചുരുങ്ങുന്നത് തന്നെയായിരുന്നു ബ്രസീൽ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന് ഞാൻ അവകാശപ്പെടും. ഞങ്ങൾക്ക് നെയ്മറുണ്ട് എന്നതിനും അപ്പുറം നെയ്മർ ഇല്ലെങ്കിൽ ഞങ്ങൾക്കാര് എന്ന ചോദ്യത്തിന് മറ്റൊരു നെയിം കാർഡ് അവർ തിരഞ്ഞിറങ്ങിയില്ല. അത് അക്കാലം അത്രയും പടുത്തുയർത്തിയ കാനൽ സാമ്രാജ്യത്തിൻ്റെ ചിറകരിയുന്നതിനും തുല്യമായിരുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് പോലും വരുമ്പോൾ അർജന്റീനയ്ക്കെതിരെ കാര്യമായി ബ്രസീലിൻ്റെ ഗെയിം പ്ലേ നിയന്ത്രിക്കുവാൻ ഒരാളുണ്ടായിരുന്നില്ല എന്നതാണ് ബ്രസീലിൻ്റെ ഏറ്റവും വലിയ പരാജയം. തുറന്നിട്ട മധ്യനിരയിൽ അർജന്റീന തങ്ങളുടെ പ്ലാനുകൾ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ബ്രസീൽ ടീമിൽ മികച്ചൊരു കൂട്ടം താരങ്ങളുണ്ട്. എന്നാൽ സ്വന്തം ആരാധകർക്ക് പോലും പലരെയും തിരിച്ചറിയുന്നില്ല. ഉള്ളവരാണെങ്കിൽ നാഷണൽ ജേഴ്സിയിൽ അമ്പേ പരാജയം. ബാഴ്സയിലും മാഡ്രിഡിലും നിറഞ്ഞു നിൽക്കുന്നവർ നാഷണൽ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ പറയത്തക്ക ഒരു നല്ല നിമിഷം പോലും സൃഷ്ടിക്കുവാനാകുന്നില്ല. എങ്കിലും അവിടെയൊന്നുമായിരുന്നില്ല യഥാർത്ഥത്തിൽ ബ്രസീൽ ടീമിന് നാശം സംഭവിക്കുന്നത്. ഇന്നത്തെ ബ്രസീൽ ടീമിൽ വ്യക്തിഗത കളിയിൽ മികച്ചവരായി നിൽക്കുന്ന വലിയ നിര തന്നെയുണ്ടെങ്കിലും ഒത്തൊരുമയുള്ള ഒരു ഫുട്ബോൾ സൃഷ്ടിച്ചെടുക്കുവാൻ അവർക്ക് സാധിക്കാത്തിടത്താണ് ഈ ബ്രസീൽ ജനറേഷൻ ഏറ്റവും വലിയ പരാജയമായി മാറുന്നത്. അവിടെയാണ് ബ്രസീൽ ഫുട്ബോളിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാലം അത്രയും കണ്ണു നിറച്ചാസ്വദിച്ച ജോഗോ ബൊണിറ്റിയുടെ ഹൃദയത്തിന് ഇടർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ എന്നാൽ വാഗൊണ്ട് കളിക്കേണ്ട ഒന്നല്ല, അത് 11 പേരും ഒറ്റ മനസ്സോടെ മൈതാനത്ത് സൃഷ്ടിച്ചെടുക്കുന്ന നീക്കങ്ങളിലൂടെയാണ്. അതിനെയാണ് ബ്രസീൽ ഫുട്ബോൾ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എതിരാളികൾക്ക് അത് പ്രാവർത്തികമാക്കുവാൻ സാധിച്ചാൽ ബ്രസീൽ പോലുള്ള വമ്പൻ നെയിമുകൾ ഭാവിയിൽ തുടച്ചു നീക്കപ്പെടുമെന്ന് സത്യം തന്നെയാണ്. എന്നാൽ മറുവശത്ത് അർജന്റീന എന്ന ടീം ഒത്തിണക്കത്തിൻ്റെയും കരുണുദ്വാനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി മാറുകയാണ്. ഇനി കാര്യങ്ങൾ കുറച്ച് ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ചിരവൈരികൾ എന്നു മാത്രമാണ് ഇക്കാലത്ത് പാകിസ്ഥാൻ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി.
കളിയുടെ ഒരു മേഖലയിലും ഇന്ത്യയോട് കിടപിടിക്കുവാൻ പോകുന്ന കളിക്കാർ അവർക്ക് ഇന്നില്ല. പോട്ടെ, പാകിസ്ഥാൻ്റെ ഏറ്റവും മികച്ച കളിക്കാരേക്കാൾ പ്രതിഭയും യോഗ്യതയുമുള്ള ഒട്ടേറെ കളിക്കാർ ഇന്ത്യൻ ടീമിൽ ഇന്നും അവസരം കിട്ടാതെ ഇവിടെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ്ലി ഏറെക്കുറെ അതുതന്നെയാണ് ഇപ്പോൾ ബ്രസീൽ ടീമിൻ്റെയും അവസ്ഥ. അർജന്റീനയുടെ ചിരവൈരായികൾ എന്ന ലേബൽ മാത്രമാണ് ഇന്ന് ബ്രസീലിനുള്ളത്. നേരിട്ടുള്ള മത്സരങ്ങൾ വരുമ്പോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കും. പക്ഷേ ഇപ്പോൾ അർജന്റീനയ്ക്കുള്ളത്ര നല്ല കളിക്കാർ പോലും ബ്രസീൽ ടീമിൽ ഇന്നില്ല. ഉള്ള ടീമിന് വെച്ച് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന ഒരു പരിശീലകനോ സിസ്റ്റമോ അവിടെ ഇന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 5 ലോകകപ്പുകളുടെയും സുവർണ്ണകാലങ്ങളുടെയും ഓർമ്മയിൽ പ്രസക്തരായി അവർ ഇന്ന് നിൽക്കുന്നു എന്ന് മാത്രം. ദക്ഷിണ അമേരിക്കയിലായതിനാൽ ലോകകപ്പ് യോഗ്യതയ്ക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാകുകയുമില്ല. ഇന്ന് ഇരു ടീമുകളും ഇറക്കിയ 11 കണ്ടപ്പോൾ തന്നെ വളരെ ശോകമായി തോന്നി. അർജന്റീനയുടേത് പരിചയസമ്പത്തും പരസ്പര ധാരണയും വ്യക്തിമികവും ചേർന്ന അസൂയ ജനിപ്പിക്കുന്ന ഒരു ടീം തന്നെയായിരുന്നു. ബ്രസീലിനാകട്ടെ ആക്രമണ നിര മാത്രമായിരുന്നു ഭേദമെന്ന് പറയാനുള്ളത്. എതിരാളികളെ പ്രതിരോധിക്കുന്ന ഡിഫൻഡർമാരോ കളിയുണ്ടാക്കേണ്ട മിഡ്ഫീൽഡർമാരോ ഒന്നും തന്നെ അർജന്റീനയോടൊത്ത് കിടപിടിക്കുന്നതായിരുന്നില്ല. ഇത്രയും പ്രാധാന്യമുള്ള മത്സരമായിട്ട് പോലും, അതും അർജന്റീനയെ അവരുടെ മടയിൽ ചെന്ന് നേരിടുമ്പോൾ പോലും മാർട്ടിനെല്ലി പോലുള്ള മികച്ച കളിക്കാരെ പുറത്തു നിർത്തിയതിന് ഡൊളിവർ ജൂനിയറുടെ ബുദ്ധിയെപ്പോലും ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്കലോനിക്ക് മുന്നുള്ള കാലത്തൊക്കെ അർജന്റീന ബ്രസീൽ കളി കാണുമ്പോൾ ഒരു ചങ്കിടപ്പായിരുന്നു. എത്ര നന്നായി കളിക്കുമ്പോഴും ഒരു ആത്മവിശ്വാസക്കുറവ് അവരിലുണ്ടാകുമായിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് അവർ കളിക്കുന്നത്. ഷോട്ടുകൾ, പാസുകൾ, പൊടുന്നനെയുള്ള നീക്കങ്ങൾ, മൈതാനത്ത് തുറന്നെടുക്കുന്ന ഗെയിം പ്ലാൻ, ഡിഫൻസിലായാലും അറ്റാക്കിലായാലും ബോക്സിൽ പുറത്തുന്ന ക്ഷമ, മൊത്തത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെയാണ് അർജന്റീന ഇന്ന് കളിക്കുന്നത്. 2022 ലോകകപ്പിൽ പ്രസന്റ് ചെയ്ത അതേ ടീം ഇന്നും മികച്ച പരസ്പര ധാരണയോടെ പന്ത് കെട്ടുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഗുട്ടി റൊമേറോ ദാനം ചെയ്ത ആ ഗോൾ പോലും അമിതാത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടി മാത്രമായിരുന്നു, അല്ലാതെ ബ്രസീൽ കളിച്ച് നേടിയതുപോലുമല്ല. അർജന്റീനിയൻ താരങ്ങൾ നാഷണൽ ജേഴ്സിയിലേക്ക് വരുമ്പോൾ ക്ലബിൽ കളിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിലാണ് കളിക്കുന്നത്. എന്നാൽ മറുവശത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ. നാഷണൽ ജേഴ്സിയിൽ അവരെല്ലാം അമ്പേ പരാജയം മാത്രമാണ്. തങ്ങളുടെ ഡിഫൻസ് തുറന്നെടുത്ത അർജന്റീനയുടെ മൂവുകളെല്ലാം ബ്രസീൽ ഭാവിയിൽ പാഠമാക്കേണ്ടതാണ്. അതുപോലെ മധ്യനിരയിൽ പുലർത്തിയ അച്ചടക്കവും മികവും എല്ലാ കളിക്കാരുടെയും പേരെടുത്ത് പറയേണ്ടതാണ്. എങ്കിലും ലിയാൻഡ്രോ പരദസ്, എൻസോ ഫെർണാണ്ടസ്, ഡീപോൾ എന്നിവരടക്കം പ്രത്യേകം പറയാതിരിക്കുവാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. 3 വ്യത്യസ്ത റോളുകളിൽ കളിക്കുമ്പോൾ തന്നെ അവർക്കിടയിൽ നല്ല പരസ്പര ധാരണയുണ്ട്. പ്രത്യേകിച്ചും പരേദസിൻ്റെയൊക്കെ പൊസിഷനും അവയർനെസ്സുമല്ല. മെസ്സിയില്ലാതെ തന്നെ ഈ ടീമിലേക്ക് വരുവാൻ ഇനിയും കളിക്കാർ പുറത്തുണ്ടെന്ന് ഓർക്കുമ്പോൾ 2026-ലും അർജന്റീന ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയായി മാറും. റഫിനെയും വിനിയെയും റോഡ്രിഗയും പോലുള്ള ക്ലബിലെ മാരക ഫോമിലുള്ള കളിക്കാരെ ഇങ്ങനെ നിസ്സഹായരാക്കാതിരിക്കാൻ ബ്രസീൽ മാനേജ്മെൻറ്റ് കാര്യമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചിരുവനെ ഇറക്കിയില്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആരാധകർ നാണം കെടും. ബ്രസീലിൻ്റെ കളിയും പെരുമയും കണ്ട് ആരാധകരായവർ അത് അർഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ബ്രസീൽ ടീം ഇവിടെ തകർച്ചയിലേക്ക് കൂപ്പുകുത്താതിരിക്കുവാൻ അർജന്റീനയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ പോലും പാഠമാക്കി എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ബ്രസീൽ ടീം അപ്പാടെ പൊളിച്ചെഴുതുവാൻ മറ്റൊരു പരിശീലകൻ വരേണ്ടതുണ്ട്. നീണ്ടയേറെ കാലയളവിൽ നിരാശപ്പെടുവാൻ വിധിക്കപ്പെട്ടവരുടെ പ്രതികാരമാണ് ലോകമെന്ന് കാണുന്നത്. അതിൽ മറ്റു ടീമുകളെല്ലാം നശിച്ചു പോയാലും ബ്രസീൽ ടീമിന് പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ ഫുട്ബോൾ ലോകത്തിന് ആ പഴയ റിവലറി നഷ്ടപ്പെട്ടു പോകും. ഓരോ അർജന്റീന ആരാധകനും അത് ആഗ്രഹിക്കുന്നുണ്ടാകും. അത് ബ്രസീൽ തിരിച്ചു വരണം.